കൈ നനയാതെ കന്നുകാലികൾ വളർത്തുന്ന ആളുകളുണ്ട് ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ. കാലികൾക്ക് 1 രൂപയുടെ പിണ്ണാക്ക് പോലും ഇവർ വാങ്ങിക്കൊടുക്കാറില്ല. പട്ടിണിക്കിട്ട് വളർത്തും. യഥാർത്ഥത്തിൽ ഇതൊരു ബിസിനസ് പരിപാടിയാണ് കേട്ടോ. പട്ടിണിക്കിട്ട് വളർത്തി ബിസിനസ് ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടിലേക്കാണ് നമ്മൾ ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ നിന്നും ഒരു വാർത്തയായി കൊണ്ടുവരുന്നത്. മിണ്ടാപ്രാണികളെ തുരുത്തുകളിലേക്ക് അഴിച്ചുവിടുന്ന ക്രൂരതയുടെ പേരാണ് ഈ ഭാരതപ്പുഴയുടെ തീരത്ത് ചില സ്ഥലങ്ങളിൽ കാലി വളർത്തൽ. 24-ന്റെ ഇൻവെസ്റ്റിഗേഷൻ നിളയുടെ തീരത്തേക്ക്. ഭാരതപ്പുഴയുടെ തുരുത്തുകളിൽ നൂറുകണക്കിന് കന്നുകാലികളെയാണ് മേയാൻ വിട്ടിരിക്കുന്നത്. കൊടും ചൂടിൽ തിരുനാവായ മുതൽ ചമ്രവട്ടം വരെയുള്ള ഭാഗങ്ങളിലാണ് നൂറുകണക്കിന് കന്നുകാലികൾ ഇത്തരത്തിൽ മേയുന്നത്. ഇവ നിശ്ചയ സമയത്തേക്ക് മേയാൻ വിട്ട കന്നുകാലികളല്ല, മറിച്ച് മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞാണ് ഇവയെ കരയിലേക്ക് കയറ്റുന്നത്. ലക്ഷ്യം ഒന്ന് മാത്രം, ലാഭം. മിണ്ടാപ്രാണിയോടാണ് ലാഭം മാത്രം ലക്ഷ്യം വെച്ചുള്ള ഈ കൊടും ക്രൂരത. ഈ തുരുത്തുകളാണ് ഇവയ്ക്ക് തൊഴുത്തും മേച്ചിൽ പുറവും. വേലി കെട്ടിയിട്ടില്ലെങ്കിലും എങ്ങും ഓടിപ്പോകാനാവില്ല. പുഴ ഇവയെ വളഞ്ഞു നിൽക്കുന്നു. കരയിൽ നിന്നിവയെ കാണാനാകില്ല. കന്നുകാലികൾക്ക് കരയിലേക്ക് പോകാനുമാകില്ല. ഇനി ഇവിടെ മേയുന്ന കാലികളുടെ ധനതത്വശാസ്ത്രത്തിലേക്ക്. കിടാങ്ങളെ വാങ്ങുന്നത് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ്. വില 1-ന് 10,000-ൽ താഴെ. കൂട്ടമായി എത്തിച്ച് കൊമ്പിൽ പെയിന്റ് കൊണ്ട് അടയാളമിടുന്നതോടെ കഴിയും മുതൽ മുടക്ക്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതില്ല. വർഷം 1 കഴിഞ്ഞാൽ വില 80,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ. ഭാരതപ്പുഴയിലെ വെള്ളം കുടിച്ച് തുരുത്തിലെ പുല്ലു മാത്രം തിന്ന് ഉരുക്കൾ സ്വയം വില കൂട്ടും. ചെറു പ്രായത്തിലുള്ള കന്നുകുട്ടികളെ ചന്തയിൽ നിന്നും മറ്റും വാങ്ങി വലിയ തോതിൽ ഭാരതപ്പുഴയിൽ കൊണ്ടുവന്ന് തള്ളുകയാണ് ചെയ്യുന്നത്. കാരണം സാമ്പത്തിക ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനം നടക്കുന്നത്. കൊടും ചൂടിൽ കരിഞ്ഞുണങ്ങിയ പുല്ലുകൾ ഭക്ഷിച്ചാണ് ഈ കന്നുകാലികളുടെ നരക ജീവിതം. ഒപ്പം നായ, കുറുക്കൻ ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ആക്രമവും ശല്യവും അത് വേറെയും. തുരുത്തുകളിൽ തണൽ തീരെയില്ല. ഈ പൊരുവയിൽ നിന്നുകൊള്ളുകയല്ലാതെ മറ്റു വഴിയില്ല. ചത്താൽ ജഡം വീണിടത്ത് കിടന്നഴുകും. ആ മാലിന്യവും കലരുന്നത് ഈ പുഴയിലേക്ക്. ഭാരതപ്പുഴയോട് ചുറ്റിപ്പറ്റി നിരവധി കുടിവെള്ള പദ്ധതികളാണ് പ്രവർത്തിക്കുന്നത്. അപ്രതീക്ഷിതമായി വെള്ളമുയരുന്നതും ശക്തമായ അടിയൊഴുക്കുമാണ് ഭാരതപ്പുഴയുടെ സ്വഭാവം. 2018-ൽ പുഴയിൽ വെള്ളമുയർന്നപ്പോൾ തുരുത്തുകളിൽ ഉണ്ടായിരുന്ന കന്നുകാലികൾ കൂട്ടത്തോടെ ഒഴുക്കിൽപ്പെട്ടു. നേവിയുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സഹായത്തോടെ കുറച്ചെണ്ണത്തിനെ മാത്രം രക്ഷപ്പെടുത്താനായി. 2019-ലും കുറേ എണ്ണം ഒഴുക്കിൽപ്പെട്ടു. 2020-ലും ആവർത്തിച്ചു. ഞങ്ങൾ പെട്ടെന്നാണ് വെള്ളം വന്നുകൊണ്ടിരുന്നത്. പിന്നെ രാത്രിയിലാണ് വെള്ളം കൂടിയത്. എല്ലാ ഡാമുകളും ഒരുമിച്ച് തുറന്നപ്പോൾ പിന്നെ വെള്ളം പൊങ്ങി എല്ലായിടത്തും കയറി തുടങ്ങി. ചമ്മവട്ടം വിട്ടിരുന്ന പോത്തുകളാണ്. പെട്ടെന്ന് വെള്ളം വന്നപ്പോൾ ആൾക്കാർക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായി. ഒക്കെ കടലിലേക്കാർ പോയത്. തുരുത്തുകളിൽ കന്നുകാലികളെ വളർത്തരുത് എന്ന് 2018-ൽ തന്നെ ജില്ലാ കളക്ടർ ഉത്തരവിട്ടതാണ്. ആര് കേൾക്കാൻ? കന്നുകാലികളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതിന് പിന്നിൽ പ്രാദേശിക കർഷകരോ ഇവിടെ നിന്നുള്ള ആളുകളോ അല്ല, പുറത്തു നിന്നുള്ള സംഘങ്ങളാണ്. ദൃശ്യങ്ങൾ സഹിതം അധികൃതർക്ക് മുന്നിൽ ഞങ്ങളിത് സമർപ്പിക്കുകയാണ്. ഈ കൊടും ക്രൂരത ഇനി നടപടിയെടുക്കേണ്ടത് നിങ്ങളാണ്. സമീർ ബിൻ കരീം, 24 തിരൂർ.